പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. 2024-25 വർഷത്തെ ഗ്രന്ഥമിത്ര പുരസ്കാരദാനമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. പുതിയ ലോകം കണ്ടെത്തുന്നത്, പുതിയ പുതിയ ആശയങ്ങൾ, പുതിയ രൂപത്തിലേക്ക് മാറ്റുന്നതിനുമാണ് എന്താ പക്ഷേ നമ്മൾ എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്യുന്നതിന് വേണ്ടി സദാസമയം വീട്ടിൽ ചെയ്യുന്നത് തയ്യാറാണ്. ആദ്യം തന്നെ ഈ ഒരു അവാർഡിന് അർഹരായ എല്ലാ കുഞ്ഞുമക്കളെയും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ്. തുടർന്നും ഒരുപാട് വായിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ആ വായന നിങ്ങളെ ഒരുപാട് ഉന്നതിയിലേക്ക് എത്തിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. ഇവിടെ നമ്മുടെ വായനയും നമ്മുടെ ജീവിതത്തെ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. നിങ്ങൾ ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ആ ഓരോ മനോവ്യാപാരങ്ങളിലൂടെ കടക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലും ചില മാറ്റങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകും. ഏറ്റവും നല്ല കൂട്ടുകാരാണ് പുസ്തകങ്ങൾ. നമുക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന ഏറ്റവും നല്ല ചങ്ങാതിമാർ തന്നെയാണ് നിങ്ങൾക്ക് പുസ്തകങ്ങൾ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പുസ്തകങ്ങളെ കാണുക, പുസ്തകങ്ങളെ സ്നേഹിക്കുക. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ അങ്ങനെ വായിച്ച് വിളയാൻ നിങ്ങൾ ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇതിലിരിക്കുന്ന ബഹുമാന്യരെ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ സ്കൂളിന് മാത്രം അഭിമാനിക്കാവുന്ന ഒരു ലൈബ്രറി ഒരുപക്ഷെ കേരളത്തിൽ ഒന്ന് മാത്രം, അതായത് തിരൂര് ബോയ്സ് ഹൈസ്കൂളിൻ്റെ സ്വന്തം എന്ന് പറയാവുന്ന ഒരേ ഒരു ലൈബ്രറി നമ്മുടെ ലൈബ്രറിയാണ്. വായനയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഗ്രന്ഥമിത്ര അവാർഡ് നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നത്. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് എഴുത്തിലേക്ക് വന്ന ഒരാളാണ് ഞാൻ, ഒരു പ്രീ പ്ലാനിങ് ഒന്നുമില്ലാതെ. അപ്പോൾ വായന തന്നെയാണ് എഴുത്തിലേക്കുള്ളൊരു വഴി തെളിച്ചു വിട്ടതെന്ന് പറയാം. അത്തരത്തിലുള്ള വായന അനുഭവം നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കണം. എന്നിട്ട് അവരെ കൂടെ ഇതിൽ കൊണ്ടുവരണം. നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം. 2-3 പുസ്തകങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്, 2 കവിതാ സമാഹാരങ്ങൾ ആണ് ചെയ്തിട്ടുള്ളത്. വായന കൊണ്ട് തന്നെയാണ് എനിക്ക് എഴുതാൻ പറ്റിയത്. 2 സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ഒരു നോവല് ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നേതൃത്വത്തിൽ ഗ്രന്ഥമിത്ര അവാർഡ് 2025 നമുക്കറിയാം. കുറേ അധികം അവാർഡ് കൊടുക്കാനുള്ള ലിസ്റ്റുകളൊക്കെ ആയിട്ടുണ്ട്. കുറേ അധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും കുറേ അധികം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഞാൻ എനിക്ക് മുമ്പുണ്ടാകുന്ന മീറ്റിങ്ങിലൊക്കെ അത് എല്ലാവിധ സഹായ സഹകരണങ്ങൾ ഇനിയും ഉണ്ടാവും അറിയിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നല്ല വായനക്കാരായി ഈ സമൂഹത്തിനും ഈ നാടിനും ഒക്കെ പ്രയോജനകരമാകുന്ന രീതിയിലുള്ള മക്കളായി മാറുവാൻ നിങ്ങൾക്ക് കഴിയണം. വായനക്കാരായി മാറുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ. ഈ അവാർഡ് നേടിയ എല്ലാവർക്കും, അതുപോലെ തന്നെ വായനക്കാരായ എല്ലാ കുട്ടികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. പുസ്തകം വായിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും തിരൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലിന് വേണ്ടി ആദ്യമായി അനുമോദിക്കുക. ഞാനിവിടെ ഈ സ്കൂളിലെ അധ്യാപകനായിരുന്നു ഒരു 10 വർഷക്കാലം. അപ്പം അന്ന് തന്നെ ഈ ഒരു ലൈബ്രറി വളരെ ചെറിയ റൂമിൽ നിന്നും ഹയർ സെക്കൻഡറിക്ക് പ്രത്യേക കെട്ടിടം അനുവദിക്കപ്പെട്ടപ്പോൾ ഈ ഒരു ഈ ലാബ് കെട്ടിടം നമുക്ക് വിട്ടു തന്നതാണ്. അന്ന് തന്നെ ലൈബ്രറി പ്രവർത്തനം തുടങ്ങിയതുമാണ്. പിന്നീട് ഓരോ വർഷവും ഇവിടെ റഹ്മാൻ മാഷിന്റെയും കരൺ ടീച്ചറുടെയും മറ്റ് ഈ ഇതുമായി ബന്ധപ്പെട്ട് പ്രധാന അധ്യാപകരുടെയും ഒക്കെ കൂട്ടായ്മയും ഓരോ വർഷവും ലൈബ്രറിയുടെ പ്രവർത്തനം മികവുറ്റതായി വരികയായിരുന്നു. ഒരിക്കൽ കൂടി ഈ ഗ്രന്ഥമിത്ര അവാർഡ് കിട്ടിയ കൂട്ടുകാരെയും പുസ്തകം വായിക്കുന്ന എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ കൂട്ടുകാരെയും ഒരിക്കൽ കൂടി അനുമോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ചില പുസ്തകങ്ങൾ നമുക്ക് സമാഹാരങ്ങൾ സംഭാവന ചെയ്ത ശ്രീ രാമദാസ് അവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ ലൈബ്രറിക്ക് തന്നിട്ടുള്ള പുസ്തകങ്ങൾക്ക് കണക്കില്ല എന്ന് തന്നെ പറയാം. അദ്ദേഹം ഇന്നും കുറച്ച് പുസ്തക സമർപ്പണം നടത്തുന്നുണ്ട്. പുസ്തക സമർപ്പണം നടത്തുന്നതിന് വേണ്ടി സാറിനെയും അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സുപ്രിയ ടീച്ചറെയും സാദരം ക്ഷണിക്കുന്നു. ഇനി നമുക്ക് ഉപഹാര സമർപ്പണമാണ്.